की करंट जैसे मिल जाए सदियों से अटकर बंड जैसे जुबां पे चढ़ गए ओए कुड़ी जुबां पे चढ़ गई लहू में बढ़ गई ओए कुड़ी लहू में बढ़ गई कमली कहानी ऐसी जंगली जवानी ऐसी जन्नती पिघल. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടപ്പോൾ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വന്നായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. ആ എന്ത് വെച്ചിടി? ആ നമുക്ക് കോളേജിൽ പോകണ്ടേ ഫസ്റ്റ് ഇയർ? അങ്ങനെ ഹീറോയി പറയായിരുന്നു. ഇത് കേട്ട് ഫ്രണ്ട് ഷോക്കായിരുന്നു. എന്നടി നീ പറഞ്ഞു ഫസ്റ്റ് ഇയർ കോളേജൊക്കെ? അതെ അതെ എടി പറഞ്ഞേക്ക് പ്രിയ, ഈ കോളേജ് പറഞ്ഞ എത്ര വലിയ കോളേജ് അറിയോ? അതെ അതെ നമുക്ക് പോവാം. അതിനായിട്ട് ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറഞ്ഞായിരുന്നു. അതിനായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു ഫ്രണ്ട്സ് എല്ലാം. അങ്ങനെ ഹീറോ ജോലിയായിട്ട് കോളേജൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ കോളേജ് കണ്ട് ഹീറോയി ഫ്ലാറ്റായി. വാവ്, എത്ര ഭംഗിയുള്ള കോളേജാണ്! ഇതുവരെ ഇങ്ങനത്തെ കോളേജ് ഞാൻ കണ്ടിട്ടിരിക്കല. അതെ, വീഡിയോസിൻ്റെ ഫോട്ടോയിൽ ഞാൻ കോളേജ് കണ്ടിട്ടിരിക്കും, ഇങ്ങനത്തെ കോളേജ് ഞാൻ കണ്ടിട്ടില്ല എന്നെ ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്ത് പറയാൻ തുടങ്ങിയിരുന്നു. എൻ്റെ ഫ്രണ്ട് പറയാനൊക്കെ തുടങ്ങി, എൻ്റെ മച്ചി ഇങ്ങനെ പുകഴുന്നു കൂടി, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, എനിക്ക് കോളേജ് എത്ര ഇഷ്ടപ്പെട്ട് അറിയും നിനക്ക് എന്നെ ഹീറോ ജോലിയായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ചു. അങ്ങനെ ഹീറോയി കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങാം എന്നെ ബുക്ക് ഏതാണ് പാഠം പഠിക്കുന്നത് എന്നെ ഹീറോയി ജോലിയായിട്ട് കുറച്ച് പഠിച്ച് പിന്നെ ക്ലാസ്സിൽ പോവുക എന്ന് പറഞ്ഞു. പിന്നെ ഹീറോയ്ക്ക് ബുക്കെല്ലാം വരാൻ പോകുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ബുക്ക് വന്നു. ശരി ഓക്കെ, ഏതല്ല പാട്ട് ക്ലാസ്സിക്ക് പ്രൊഫസർ? ഞാനായിട്ട് ഇപ്പം മച്ചി ഇനി നമുക്ക് പ്രൊഫസർ വരാൻ പോവാം. അതിനായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയാൻ തുടങ്ങിയിരുന്നു. ശരി നമുക്ക് റിയാക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പേര് ദിയ പിന്നെ അനു. ഹീറോയി സാഡായിട്ടിരുന്നായിരുന്നു. ദിയ പറഞ്ഞു, മച്ചി പ്രൊപ്പോസർ വന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ക്ലാസ് 8. ശരി ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നെ ജിമിൻ പറഞ്ഞായിരുന്നു. ജിമിൻ പറഞ്ഞ കൊറിയൻ ബോയാണ് ജിമിൻ. അവൻ ഇന്ത്യക്ക് വന്ന് കുറച്ച് സെറ്റായിരുന്നു. ജിമിനെ കുറിച്ച് എവിടെ? അതെ ജിമിൻ പറയായിരുന്നു. അതെ ജിമിൻ്റെ കോളേജാണ്, ജിമിന് ക്ലാസ് എടുക്കാറ്. അങ്ങനെ ഹീറോയിസിൻ്റെ വോയിസ് കേട്ടത് നോക്കിയായിരുന്നു. ജിമിന് വേണ്ടി ഫ്ലാറ്റായി. വാവ്, ഹാൻഡ്സമായിട്ടുണ്ടല്ലോ ജിമിൻ. അങ്ങനെ ജിമിന് വെച്ച കണ്ണടക്കാതെ ഹീറോയി സൈറ്റ് അടിക്കുകയായിരുന്നു. ജിമിൻ എൻട്രി നിങ്ങളതേപോലെ പറയുന്നത്. അങ്ങനെ ഓരോ നാൾ നീ പറഞ്ഞാണ്. ഇപ്പോൾ ദിയ പറഞ്ഞ എൻ്റെ പേര് ദിയ. അങ്ങനെ ദിയ എണിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ വീഡിയോ ഒരു ഫ്രണ്ട് പറയാൻ തുടങ്ങി, എൻ്റെ പേര് ഇതാണ്. അങ്ങനെ ദിയ അനു പറഞ്ഞു. അനു ഹീറോയിനായിട്ട് എനിക്കായിരുന്നു. ഹീറോയിനിച്ച് അതെ ഹീറോയിനിച്ചിട്ട് പറഞ്ഞു മൈ നെയിം ഈസ് ഇതെന്ന്. ശരി ഓക്കെ. അതിനായിട്ട് മച്ചി ഞാനത് നടുവിലിരിക്കാം. ശരി അതൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ സൈഡിൽ ഇരിക്കുക, ഈ സൈഡിൽ ഇരിക്കുക പറഞ്ഞു. അത് ഓക്കെ എന്ന് ഹീറോയിനോട് ഇരുത്തി. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, മച്ചി കാണാൻ നല്ല ഹാൻസമായിട്ടുണ്ടടി എന്ന് ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. അതെ എന്നെ ഹീറോയിൻ ശ്രദ്ധിക്കട ജിമിന് എല്ലാവരും ഓക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പാടാവും എന്നാൽ ജിമിന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ജിമിന് പഠിപ്പിക്കായിരുന്നു. ഇങ്ങനെ കൈയെല്ലാം ഇതാക്കിയിട്ട് ഹെയർ സ്വിപ്പ് ചെയ്ത് ജിമിന് ക്ലാസ് എടുക്കായിരുന്നു. ഒരു ബ്ലാക്ക് ഡ്രസ്സ്. ജിമിൻ നന്നായിട്ട് ക്ലാസ് എടുക്കുക. ഹീറോയി ജോലിൽ വിട്ട് സൈറ്റ് അടിച്ചുകൊണ്ടുണ്ടായിരുന്നു. ജിമിൻ ഇങ്ങനെ തിരിയാവുമ്പോൾ ഹീറോയി പഠിക്കുന്ന മതി റിയാക്ഷൻ ചെയ്യായിരുന്നു. പിന്നെ ഹീറോയി അങ്ങനെ ചെയ്യുന്നത് ജിമിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരി പഠിക്കട്ടെ എന്ന് ജിമിൻ കണ്ട കാര്യം ഹീറോയി പഠിക്കുക. ഡേസ് ജിമിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹീറോയി ജിമിൻ തന്നെ സൈറ്റ് അടിച്ചോണ്ടിരിക്കുക. നന്നായിട്ട് പഠിക്കുക. ശരി ഇവൾ നന്നായിട്ട് പഠിക്കുന്നു, അതുകൊണ്ട് കണ്ട കാലം. അതെ 3 പേര് നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അതെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഇവർ 3 പേര് നന്നായിട്ട് പഠിക്കൂ. അങ്ങനെ ജിമിനും ഉണ്ടാതിരുന്നു. ശരി പഠിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ടുകളുടെ ജോലിയായിട്ട് വരായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് ഒരു ഗേൾസ് പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊപ്പോസ് പറയാൻ തുടങ്ങി. പ്രൊപ്പോസ് വരാൻ ഒരു മാം ആയിരുന്നു. ആ മാം ജിമ്മിന് കൂടെ സംസാരിച്ചായിരുന്നു. സ്മൈൽ ചെയ്ത് ജിമ്മിന് സ്മൈൽ ചെയ്ത് സംസാരിക്കായിരുന്നു. ആ മാമിൻ്റെ പേര് മേഘന. മാം പറയാൻ തുടങ്ങി, ജിമ്മിൻ എങ്ങനെയുണ്ട് ജിമ്മിൻ? ഓക്കെ മാഡം. അതെന്താ അതിനകത്ത് പറയായിരുന്നു. ജിമ്മിൻ സ്മൈൽ ചെയ്ത് സംസാരിക്കായിരുന്നു. ഹീറോയിൻ എന്താ ജിമ്മിൻ എൻ്റെ ഒരു സ്മൈൽ ചെയ്തില്ല, മുറയ്ക്കായിരുന്നു. ടീച്ചറിനോട് എത്ര സ്മൈലായിട്ട് സംസാരിക്കുന്നത്. ഹീറോയ്ക്ക് വീട് വാടിപ്പോയി.
എന്ത് പ്രൊപ്പോസറാ ഇത് എന്ന് ഹീറോ സാഡായിട്ട് പോകാൻ തുടങ്ങി. ജിമ്മിന് ഇത് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഹീറോ സാഡായിട്ട് പോകാൻ തുടങ്ങി. മച്ചി ജിമ്മിന് സാർ ചിരിച്ചു നോക്കില്ല. അതെടി ആ ശരി ഓക്കെ എന്ന് ജിമ്മിന് ക്ലാസ് എടുക്കുമായിരുന്നു. ജിമ്മിന് ശ്രദ്ധിക്കില്ലായിരുന്നു. ജിമ്മിന് നന്നായി ശ്രദ്ധിച്ചായിരുന്നു. ജിമ്മിന് വേക്കം മാമിനോട് സംസാരിക്കുന്നു. ഹീറോയ്ക്ക് കടുപ്പായി. ജിമ്മിനെ കണ്ടുകാതിരിക്കാതെ തുടങ്ങി. ജിമ്മിനെ എല്ലാം നോട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി അങ്ങനെ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് ഒരു ഗസ്റ്റ് വരാൻ പോകുന്നു. അവരെന്നെ ഗസ്റ്റ് വരാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഗസ്റ്റ് വരാൻ പോകുന്നതുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു സ്റ്റാർ വരാം, ഒരു ആക്ടറാണ്. ഹീറോയ്ക്ക് ആക്ടർ വന്ന് ഒത്തിരി ഇഷ്ടമാണ്. ഗേൾസിനെ കുറച്ച് ഇഷ്ടമാണ്. എന്നെ പറയായിരുന്നു ഗിഫ്റ്റ് അത് എടി ആക്ടർ വരാൻ പോകും, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകും എന്നെ ജോലിയായിട്ട് സംസാരിക്കായിരുന്നു. നാളെ വരാൻ പോകുന്നതുകൊണ്ട് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഗിഫ്റ്റ് റെഡിയാക്കി അങ്ങനെയായിട്ട് എല്ലാവരും ഇൻ്റർവ്യൂ എല്ലാവരും പറയായിരുന്നു. അങ്ങനെ ആ സാർക്ക് ഇങ്ങനെ ക്ലാസ് വന്നായിരുന്നു. ആ ആക്ടർ വന്നായിരുന്നു. ആക്ടർക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തോണ്ട് പക്ഷേ ഞാൻ ഇഷ്ടം അങ്ങനെ ഹീറോ വന്നു. ഇത് ജിമ്മിൻ നോക്കിയായിരുന്നു. ജിമ്മിൻ ശ്രദ്ധിക്കുമായിരുന്നു. ആക്ടർ കണ്ടിട്ട് ഹായ് സർ മൈ നെയിം ഈസ് ഇതാണ് എന്നിട്ട് ആക്ടർ ഹീറോയിനെ കണ്ട് സ്മൈൽ ചെയ്താൽ തുടങ്ങി. നീ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് സ്മൈൽ ചെയ്ത് തുടങ്ങി. ജിമ്മിന് കുറച്ച് ഒരു എരിച്ചല വന്നു. ടെൻഷനായിരുന്നു ജിമ്മിന്. മുറയ്ക്കായിരുന്നു. ഇങ്ങനെ ആക്ടർ കൈ കൊടുത്തു. ഹീറോയിൻ കൈ കൊടുത്ത് അത് മുതല ഹഗ് ചെയ്ത് ഹീറോയിനെ. ജിമ്മിനൊക്കെ ടെൻഷനായി. എനിക്കെന്താ ഇവളെ കാണുമ്പോൾ ടെൻഷനാണ് ഹക്കിച്ചത്. അത് സാർ പഠിക്കുന്നത് അങ്ങനെ ജിമ്മിനെ കണ്ടേക്കാത്തതാണ്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അപ്പോൾ ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഒരു സീനിയർ അത് ഹീറോയിന് സീനിയറായിരുന്നു. ആ സീനിയർക്ക് ഹീറോയിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ സീനിയർ ഹീറോയിനെ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ അങ്ങനെ ആ സീനിയറിനെ കാണാനില്ലായിരുന്നു. അങ്ങനെ സീനിയറാണ് ഹീറോയിൻ അപ്പോൾ മീറ്റ് ചെയ്തായിരുന്നു. ആക്ടർ വന്നപ്പോൾ ആ സീനിയർ ഹീറോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സിംഗിളെന്ന് അറിഞ്ഞ് അങ്ങനെ സീനിയർ വന്നിട്ട് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്ത്. ഇത് ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. ജിമ്മിനെ ഒച്ച ഉണ്ടാക്കി. ആ സീനിയർ അവരെല്ലാം ഓടിപ്പോയി. സീനിയർ ജിമ്മിന് ഓർക്കായിരുന്നു പഠിക്കുന്നത് അവിടെ പ്രപ്പോസ് അത് ഇതല്ലാന്ന്. ഹീറോയ്ക്ക് ഷോക്കായി. സാർക്ക് എന്ത് പറ്റി, സാറിന് ഇങ്ങനെ മുറിക്കണേ എന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. ജിമ്മിന് വഴക്ക് പറഞ്ഞ് അവർ അയച്ചോടുന്നു. ഇവിടെ പഠിക്കുന്നത് അവിടെ പ്രപ്പോസ് അത് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ജിമ്മിനെ മുറിച്ചിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ സീനിയർ അവിടെ നിന്ന് പോയി.